വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശത്തിൽ എസ്എൻഡിപി സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകി. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായ കാര്യമാണ്. SNDP യോഗത്തെ അത് ബന്ധിക്കുന്നില്ല. SNDP യോഗത്തിൻ്റെ ഭാരവാഹി അദ്ദേഹമല്ല. SNDP യോഗവുമായി SNDP അംഗങ്ങളുമായും ഈ സമുദായവുമായി യാതൊരു ബന്ധവും ആ പ്രസംഗത്തിനില്ല. എല്ലാവരും തെരുവിളിക്കുക, ഇദ്ദേഹം ആരാ? ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കസേര അനധികൃതമായിട്ടാണെങ്കിലും വലിച്ചിട്ട് അതിനകത്ത് ഇരുന്നുകൊണ്ട് ഈ മതവിദ്വേഷം പറയാൻ ഇദ്ദേഹം ആരാ? ഇദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? ഗവൺമെൻറ് ഒരാളിനെ കയറൂരി വിട്ടിരിക്കുക. ഒരു ക്രൂരനായ ഒരു കൊള്ളക്കാരനെ അവരുടെ താല്പര്യത്തിന് വേണ്ടി കയറൂരി വിട്ടിരിക്കുക. ജോസി ബാബു ചേരുന്നു. ജോസി, എന്താണ് പരാതിയിലുള്ളത്? വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തിൽ SNDP സംരക്ഷണ സമിതി കോട്ടയം വെസ്റ്റ് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതും മുസ്ലിം സ്ത്രീകൾ സന്താന ഉൽപാദന യന്ത്രങ്ങളാണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കൂടാതെ ആ യോഗത്തിൽ പങ്കെടുത്ത സമുദായാംഗങ്ങളായ സ്ത്രീകളോട് കൂടുതൽ സന്താനോൽപാദനം നടത്തണമെന്നുള്ള ആഹ്വാനവും വെള്ളാപ്പള്ളി നടത്തിയത് സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SNDP സംരക്ഷണ സമിതി കോട്ടയം വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ചെയർമാൻ S ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ അംഗങ്ങളായ PS രാജീവ്, MV പരമേശ്വരൻ, പ്രേമചന്ദ്രൻ എന്നിവരാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിയാണ് വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നതെന്നും ഇവർ പരാതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം അവർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ കോട്ടയത്ത് മറ്റൊരു പരാതി കൂടി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്. PDP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. PDP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MS നൌഷാദാണ് ഇതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ മതവിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നത്. ധന്യ. ശരി ജോസഫ്.